ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ പഴവും അവിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ ഒരു പാന് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതിലേക്ക് 2 ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. ശർക്കര മെൽറ്റാക്കി എടുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. മധുരമൊക്കെ ഇത്തിരി വേണമെന്നുള്ളവർ ശർക്കരേൻ്റെ അളവിൽ കൂട്ടും കുറക്കൊക്കെ ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേന്ത്രപ്പഴമാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായതിന് ശേഷമാണ് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നത്. നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് വാടി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് 1 കപ്പ് അളവ് അവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ശർക്കരപ്പാനിയിൽ അവിലും പഴവും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ആ പഴം ഇതിലിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകുമേ. അപ്പോൾ മൊത്തത്തിലൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് പിഞ്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ വെള്ള എള്ളുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൊത്തത്തിൽ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ അവിൽ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ഇതേ രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്ക് ഐറ്റം തന്നെയാണ്. നമുക്കിതിപ്പോൾ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് സ്പൂൺ വെച്ചിട്ടായി കഴിഞ്ഞാലും കോരിയെടുക്കാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഉരുളകളാക്കിയിട്ടാണെങ്കിലും നമുക്കതേപോലെ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ വളരെ സിമ്പിളായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു സ്നാക്ക് ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതുവരെ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്